ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്ത് പരീക്ഷ മുത്തശ്ശി? ഇവർക്കിടയിൽ സത്യമായ പ്രണയമുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള പരീക്ഷണം. ആ പരീക്ഷയിൽ ഇവര് പാസ്സാണോ ഫെയിലാണോ? പാസ്സായി. വെറും പാസ്സല്ല മോനെ, 100-ല് 99.9 മാർക്കാണ്. നല്ല കലാകാരന്മാരാ, നല്ലതുപോലെ ആക്ട് ചെയ്യുന്നുണ്ട്, എല്ലാരും വിശ്വസിച്ചു. ഇവർക്ക് പ്രണയമുണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ രണ്ടാളും മെയ്ഡ് ഫോർ ഈച്ച് അതർ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടക്കട്ടെ, 2 മക്കളൊക്കെ ആയി 100 കൊല്ലം നന്നായി ജീവിക്കട്ടെ. ചേട്ടന് റൗഡി കൊച്ചും വിജയിക്കട്ടെ, ഫാമിലികൾ ഒന്നിക്കട്ടെ, നമ്മുടെ പുതിയ ജോഡിക്ക്, കല്യാണ ജോഡികൾക്ക്. സോറി, പെട്ടെന്ന് ആ ഫ്ലോയിൽ പറഞ്ഞു പോയതാ. കുറച്ച് മുന്നോട്ടല്ല, ഒരുപാട് മുന്നോട്ട് പോയി നീ. ഇങ്ങോട്ട് നോക്ക്, എത്രയും പെട്ടെന്ന് കല്യാണ തീയതി നിശ്ചയിക്കണം. നിങ്ങളുടെ കല്യാണമാണ് എന്റെ അവസാനത്തെ ആഗ്രഹം. എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? പോയി മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്ക്. വാങ്ങിക്ക് വാങ്ങിക്ക്. അല്ല, ആരതി അവിടെ പോയി? ഇവിടെ കണ്ടില്ലല്ലോ. ആരതി ചേച്ചി റെഡി ആവുമായിരുന്നു, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ തന്നെ പോയി കണ്ടോളാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. അവിടെ തന്നെ നിൽക്കരുത്. എന്ത് മനസ്സിലായിട്ടാ നീ ചിരിക്കുന്നേ? നടക്ക് നടക്ക്. ശരികെ, ചോദിക്കാനും പറയാനും പറ്റിയ സമയമല്ലിത്. ഇപ്പൊ എന്റെ ചേച്ചി യോഗ ചെയ്യുന്ന സമയം. നീ പോകണ്ട. അമ്മായിയോട് ഞാൻ ഇനി ഒന്നും പറയാൻ വരുന്നില്ല. അമ്മായിയുടെ കൈ കൊണ്ട് തന്നെ കുറച്ച് വിഷം തന്നെ കൊല്ല്. എന്താ ശാരിക, എന്തു പറ്റി? അമ്മായി, ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. എല്ലായിടത്തും ഞാൻ തന്നെ തോക്കുക. നാളെ അവളുടെ കല്യാണത്തിന്റെ കാർഡിന്റെ പൂജയാ. സീരിയസ് ആയിട്ട് എനിക്കിതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല അമ്മായി. ശാരിക, ആങ്കറിനും ഡേഞ്ചറിനും ഇടയിൽ ഒരേ ഒരു ലെറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ദേഷ്യം ഡേഞ്ചറാ. ഇതെല്ലാം കണ്ടിട്ട് ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതെനിക്ക് ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അമ്മായി. ദേഷ്യപ്പെടുന്നതിന്റെ പരിണിത ഫലം എന്താണെന്ന് അറിയോ നിനക്ക്? തിളച്ച വെള്ളം നമ്മുടെ ദേഹത്ത് വീണിട്ട് മറ്റൊരാൾ അതിന്റെ വേദന അനുഭവിക്കട്ടെ എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ദേഷ്യത്തിലുള്ള എടുത്തുചാട്ടം അപമാനത്തിലേ ചെന്നെത്തുകയുള്ളൂ. മനുഷ്യർക്ക് അവരുടെ സ്റ്റുപ്പിഡിറ്റിയെ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരവരുടെ ദേഷ്യത്തിനെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റണം. ദേഷ്യപ്പെട്ടതുകൊണ്ട് ഒരു കാര്യവും നടക്കില്ലേ, ഒരു സമാധാനവും ഉണ്ടാവില്ലേ. എല്ലാവർക്കും അതൊരു ഡിസ്റ്റർബൻസ് തന്നെയായിരിക്കും. യോഗ സമയത്ത് എന്റെ ചേച്ചി എത്ര കൂളായിട്ടാ സംസാരിക്കുന്നതെന്ന് നോക്കി. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ സമയത്ത് എല്ലാ കാര്യം നടത്തിയെടുക്കായിരുന്നു. നിങ്ങൾ എന്തിനാ എനിക്കിപ്പോ ഇങ്ങനെ ഒരു അഡ്വൈസ് ആയിരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മായി. ശരി, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എല്ലാം വിചാരിച്ച പോലെ തന്നെ നടക്കും.
ഭാരതി, എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പ് വന്നായിരുന്നോ? സന്തോഷായില്ലേ? അതെ അച്ഛാ, എല്ലാരും നല്ല സന്തോഷത്തിലായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ നിറയെ കളിച്ചു, പലതരം ഫുഡ് കഴിച്ചു. അത് മാത്രമല്ല, രാത്രിയിലെ ക്യാമ്പ് ഫയറിൽ എല്ലാവരും നല്ല സന്തോഷായിട്ടിരുന്നു. മൊത്തത്തിൽ സന്തോഷമായി കാര്യങ്ങള്. അത് തന്നെ സമാധാനം. പക്ഷെ നിങ്ങൾ വീട്ടിലില്ലെങ്കിലേ ഈ വീട് ഉറങ്ങിയ പോലെ മക്കളെ. അച്ഛാ, ഞാൻ റൂമിലൊന്ന് പോയിട്ട് വരാം. അതിഥിയോട് അർജന്റ് ആയിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. അമ്മോ, അതിഥി ഗോഡൌണിലുള്ളത്. ഇവക്ക് എപ്പോഴും ധൃതിയാ. വേദാന്ത്, വേദാന്ത്. ഞാൻ മനസ്സുകൊണ്ട് വിളിക്കുന്നത് നീ കേൾക്കുന്നുണ്ടോ വേദാന്ത്? കുറച്ചെടുക്കമ്മേ. ഈ തീയുടെ മുന്നിലിരുന്ന് എന്റെ കോമളമായ ചർമ്മം മോശമായി പോവില്ലേ? അടിമേടിക്കാ നീയെ. ഒരു 4 കാശ് സമ്പാദിക്കാൻ ഞാൻ നോക്കുമ്പോഴേ ഇവിടെ കോമളമായ ചർമ്മം കേടാവത്രേ. അമ്മ ആയിരുന്നെങ്കിലേ ഒന്നും പറയാതെ അവൾ ഈ ജോലി ചെയ്തേനെ. നീ മിണ്ടാതെ ചെയ്യും. അമ്മയ്ക്കല്ലെങ്കിലും അവളോടാ കൂടുതൽ സ്നേഹം എനിക്കറിയാം. അവളങ്ങ് അമേരിക്കയിലൊന്നും അല്ല, ദോ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നൊരു മരുഭൂമിയല്ല. ഇന്ന് എന്നിൽ ചെടികളുണ്ട്, എനിക്ക് സ്വപ്നങ്ങളുമുണ്ട്. നീലാകാശത്തിലെ പറവകളെ പോലെ ഞാൻ ഇന്ന് പാറിപ്പറക്കുകയാണ്. ഞാൻ കാത്തിരിക്കുകയാണ് ജന്മം എത്ര കഴിഞ്ഞാലും നിന്റെ ആ വിളിക്കായി. അമൂല്യ, ഐ ലവ് യു. അമൂല്യ, ഐ ലവ് യു. ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാം, എനിക്ക് അമ്മയും ആദ്യം കഴിഞ്ഞ പിന്നെ വേറെ ഏത് പെണ്ണിനെ കണ്ടാലും ദേഷ്യം വരും എനിക്ക്. പക്ഷെ സത്യം പറയുവാണെങ്കിൽ നീ എനിക്ക് വളരെ കംഫർട്ടബിളാ. ചേച്ചി, അമ്മു ചേച്ചി, എടി മുതുക്കി. എന്താടി കാര്യം? ചില ആൾക്കാരെ അവരുടെ ശരിക്കുള്ള പേര് വിളിച്ചാലേ കേക്കൂ. എന്താ പറഞ്ഞേ? എപ്പ തൊട്ട് അമ്മ നിന്നെ അന്വേഷിക്കോ? നീ കേട്ടില്ലേ? നീയാണെങ്കി ഈ ലോകത്തൊന്നുമല്ല. ആണോ? മിസ് പ്രമീള, എന്താണോ ഈ ആലോചിക്കുന്നേ? വേറെന്തിനാ? പിക്നിക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കാൻ. ഓ, പിക്നിക്കോ? അത് സൂപ്പർ ആയിരുന്നു അമ്മേ. വന്നിട്ട് ഇത്ര നേരമായില്ലേ? എന്നെ ഒന്ന് ഫോൺ ചെയ്ത് പോലും ഇല്ലല്ലോ അവള്. എങ്ങനെയുണ്ട് വേദാന്ത്? പ്രശ്നമൊന്നുമില്ലായിരുന്നമ്മേ, വളരെ നന്നായിരുന്നു. എന്താ അങ്ങനെ ചോദിച്ചേ? നിന്റെ അടുത്ത് സംസാരിച്ചിട്ട് കുറെ ദിവസം ആയതുപോലെ തോന്നുന്നു. എനിക്കും അങ്ങനെ തോന്നിയമ്മേ. ഞാനും അമ്മയോട്ട് സംസാരിച്ചിട്ടേ ഒരുപാടായി. അതൊക്കെ പോട്ടെ, അമ്മ ഇപ്പോ ഓക്കെ അല്ലേ? എനിക്കെന്ത് കുഴപ്പം മോനെ? BP ഷുഗറൊക്കെ നോർമൽ ആയിട്ടുണ്ടെന്ന് പറയാം, അത്രേ ഉള്ളൂ.
കല്യാണക്കാര്യത്തെക്കുറിച്ച് നിന്റെ തീരുമാനം അറിയാനാ ഞാൻ വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. ആദ്യമൊക്കെ കല്യാണം നടക്കില്ല എന്ന് നീ തറപ്പിച്ച് പറയുമായിരുന്നു. ഇപ്പൊ ആലോചിക്കാൻ വേണ്ടിയുള്ള സമയം വന്നിരിക്കുകയാണല്ലോ. എന്തായാലും ചേഞ്ചസ് ഉണ്ട്. എന്താ അമ്മേ, എന്തു പറ്റി? എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഇന്നലെ മുഴുവൻ ഒരുമിച്ചിരുന്ന ടൈം സ്പെൻഡ് ചെയ്തത്. ഇന്ന് ഇത്രയും നേരമായിട്ടും എന്നെ ഒരു പ്രാവശ്യം പോലും ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ. ചേച്ചി അതെ റൗഡി ബേബി, നിനക്കെന്താ അവനോട് വല്ല ലവ് ആണോ? അല്ല, അവൻ വിളിച്ചില്ലെങ്കിൽ നിനക്കെന്താ പ്രശ്നം? നിനക്ക് എന്താ പ്രശ്നം എന്നാ ചോദിച്ചേ? നിനക്ക് നിന്റെ കാര്യം നോക്കിയിരിക്കാൻ പറ്റില്ലേ? അല്ല, ഇവൻ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത് ഫോണുണ്ടല്ലോ, പൈസ ഉണ്ടല്ലോ, നിനക്ക് തന്നെ വിളിക്കാലോ. കൊരങ്ങൻ, അഹങ്കാരി കൊരങ്ങൻ. തൽക്കാലം വേദാന്ത് അത് മതി. പാവം ജീവിച്ചു പൊക്കോട്ടെ. അവിടെ നല്ല കുട്ടിയാ, ഒരു പിരി ലൂസാന്നേ ഉള്ളൂ. വായാടി മരക്കഴുത. അവൻ എങ്ങനെ എപ്പോഴും എന്നെ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നേ? ഒരു ദിവസം പോലും ഇല്ല ഞങ്ങൾ തമ്മിൽ വഴക്കിടാതെ. എന്നാലും എന്നെ എങ്ങനെ അവൻ മനസ്സിലായത്? അവൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അവൻ എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എപ്പോഴും എന്റെ മുന്നിൽ വന്ന് നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും. എന്തിനാണ് ഈ സാരി കരിച്ചു കളഞ്ഞേ? അയ്യോ, ഇതെങ്ങനെ പറ്റി? അല്ല, താഴെ അയൺ ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അതെടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്നേ? ഈ വിഷയം എങ്ങാനും ആ കഴുത അറിഞ്ഞ അവൾ അമ്മയുടെ അടുത്ത് എന്ന് പറയും. അമ്മ എങ്ങാനും അറിഞ്ഞ നിന്നെ പിന്നെ പീസ് പീസ് ആയിട്ട് കട്ട് ചെയ്ത് കളയും. ഏയ്, ഒന്നും മിണ്ടാതിരിക്കും മരക്കഴുതേ. നിന്റെ മനസ്സിലേക്ക് ആവശ്യമില്ലാതെ വരുന്ന കാര്യങ്ങളൊക്കെ അമ്മയുടെ തലയിലേക്ക് വെക്കാൻ നിൽക്കണ്ട. ഞാനൊന്ന് സ്വപ്നം കാണുമല്ലായിരുന്നു, വേദാന്തിനെ പറ്റി ആലോചിക്കായിരുന്നു. വേദാന്തേട്ടനെ പറ്റിയോ? ഷട്ട് അപ്പ്, നോൺസെൻസ്, ഡിസ്കസ്റ്റിംഗ്. മോളെ, നാണിച്ച് എസ്കേപ്പ് ആവാനൊന്നും നോക്കണ്ട. ഗണേശ പൂജയുടെ ദിവസം നീ വേദാന്തേട്ടനെ അനുകരിച്ചെന്ന് ഏട്ടത്തി പറഞ്ഞായിരുന്നു. ഇപ്പൊ അതൊരു വട്ടം കൂടി പ്രൂവ് ആയി.
എന്തോ നാക്ക് തെറ്റി പറഞ്ഞു പോയതാ. നീ അതിപ്പോ വലിയ കാര്യാക്കണ്ട. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. വെള്ളമൊക്കെ പിന്നെ ഒഴിക്കാം. പിക്നിക്കിന് പോയപ്പോ നീയും വേദാന്തേട്ടനും ക്ലോസ് ആയിട്ടിരുന്നു എന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ നിങ്ങൾ നല്ല ജോഡിയാണെന്ന്. എന്താ തമാശയാണോ? പിക്നിക്കിൽ എന്ത് സംഭവിച്ചു എന്നാ? ഞാൻ നേരിട്ട് കണ്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ കുട്ടിക്കഴുത അഞ്ജു എന്നോട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനും അവനും ജോഡിയാവാന്ന് വെച്ചാ ഏതോ ദുരന്ത വാതില് തുറന്ന പോലെയാ. അതുകൊണ്ട് ഇങ്ങനത്തെ ചീത്ത സ്വപ്നങ്ങളൊക്കെ ഇടയ്ക്ക് കയറി വരുന്നേ. ചീത്ത സ്വപ്നങ്ങള്. എനിക്ക് ഓഫീസിൽ പോണം, ലേറ്റായി. ബൈ. നിങ്ങൾ രണ്ടുപേരും ജോഡിയായ എനിക്ക് ഒത്തിരി സന്തോഷവും. പുക നന്നായിട്ട് വരുന്നുണ്ട്. ഇത്രയും പുകഞ്ഞതല്ലേ, ഒന്ന് അണച്ചിട്ട് പൊക്കോട്ടോ. പുക ഊതി വിടണോ അതോ? മുതുക്കി നോക്കി നിൽക്കാതെ അത് അണയ്ക്കാൻ നോക്ക്. എന്നാലും ഈ മീനാക്ഷി വീടും പൂട്ടി പോയിട്ട് ഇത്രയും ദിവസമായി, എന്താ തിരിച്ചു വരാത്ത? ഞാനിനി എന്ത് ചെയ്യും? അടുത്തുള്ള ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല എന്നും പറയും. ഞാൻ സ്നേഹിച്ചത് ഈ ഒരേ ഒരു പെൺകുട്ടിയാ, എന്റെ മീനാക്ഷിയെ. ഞാനൊന്ന് പ്രപ്പോസ് ചെയ്തതിനു ശേഷം അവളെ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്റെ പ്രണയം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഞാനൊരു ഫ്രോഡാണെന്ന് കരുതി ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ഞാനൊരു ഭ്രാന്തനെ പോലെ രാവിലെയും വൈകിട്ടും അവളെ ശല്യം ചെയ്യുമെന്ന് വിചാരിച്ച് പേടിച്ച് അവൾ ഇനി നാട് വിട്ടു പോയതായിരിക്കും. സുന്ദരി സുന്ദരി എന്റെ പൊന്നേ എന്ന് കേട്ടാൽ, എന്റെ പൊന്നേ എന്ന് കേട്ടാൽ. റാണി മൈ ഡാർലിംഗ്, ഇനി കുറച്ചു ദൂരം കൂടെ പോയി കഴിഞ്ഞാ നമ്മൾ ഓഫീസിലെത്തും. എന്നോട് കുറച്ച് മനസാക്ഷി കാണിക്കുമുട്ടേ. കറക്റ്റ് സമയത്താ നീ പണി തരുന്നേ, ഓക്കെ. പക്ഷെ ഇങ്ങനെ പബ്ലിക്കിൽ വെച്ച് എന്നിങ്ങനെ നാണം കെടുത്തുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ. എപ്പോഴും പെട്രോൾ അടിച്ചു തരുന്ന ഓണറുടെ അടുത്ത് കുറച്ചെങ്കിലും ഒന്ന് റെസ്പെക്ട് കാണിക്കുവച്ചേ. എന്തേ ഒന്ന് സ്റ്റാർട്ട് ആകുമോ? എപ്പോഴും നീ ഇങ്ങനെ തന്നെയാ. ഓഹോ, ഇപ്പോഴെനിക്ക് മനസ്സിലായേ. ഞാൻ പാട്ട് പാടിയതും കളിയാക്കിയതും എല്ലാം നിന്നെ കുറിച്ചാണെന്ന് നീ അങ്ങ് തെറ്റിദ്ധരിച്ചു അല്ലേ? തലയിലെഴുത്ത് എഴുതിയ ബ്രഹ്മാവ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ എഴുതി. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം കുറച്ച് അദ്ദേഹത്തിനൊന്ന് തെറ്റിപ്പോയി. അഴിച്ചു തിരുത്തി എഴുതാന്ന് വിചാരിച്ച ഏത് കമ്പനിയുടെ ഇറേസർ വേണമെന്ന് പോലും എനിക്കറിയില്ല. തലവിധി മാറ്റാൻ ആരെ കൊണ്ട് പറ്റും? തള്ളിക്കൊണ്ട് തന്നെ പോവാം.
ഹലോ, നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? അത് ഹാർട്ട് ബീറ്റ്, സ്മൈലി, സുമേഷ്. സ്മൈലോ? ഹാർട്ട് ബീറ്റോ? സുമേഷോ? അയാൾ എപ്പോഴേ ഓഫീസിലെത്തി? സൈക്കോ വുമൺ ഇവിടെ നിന്ന് ചുറ്റിത്തിരിയല്ലേ? വേഗം വാ. ഹലോ ബേബി. റൗഡി ബേബി എന്നുള്ള വാക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള സ്കീമാണെന്നാ തോന്നുന്നേ. എനിക്ക് പെട്ടെന്ന് എന്താ പറ്റിയേ? വട്ടെങ്ങാനും ആണോ? ഡെയിലി അരമണിക്കൂറിൽ ഒരു പ്രാവശ്യം എന്തോ അലാറം വെച്ചിരിക്കുന്നത് പോലെ സുമേഷിനോട് അമൂല്യെ വിളിക്കൂ അമൂല്യെ വിളിക്കൂ എന്ന് പറഞ്ഞോണ്ടിരുന്നവൻ ഇന്നെന്താ എന്നെ വിളിക്കാത്തത്? എന്തിനാ ചേട്ടാ പ്രേതത്തെ പോലെ വന്നിങ്ങനെ തൊടുന്നേ? ഞാൻ സാധാരണ വരുന്ന പോലെ തന്നെ വന്നത്. പക്ഷെ നീ ഇവിടെ എനിക്ക് പകരം വേറെ ആരോ വരുമെന്നാ പ്രതീക്ഷിച്ചത്. ചേച്ചേ, ഞാനോ? ഞാൻ എന്തിനാ വേറെ ആളെ എക്സ്പെക്ട് ചെയ്യുന്നേ? എല്ലാവർക്കും എപ്പോഴും എന്നെ കുറിച്ച് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമെന്ന് വെച്ച് ഞാൻ അങ്ങനെ ഒരിക്കലും ആരെ എക്സ്പെക്ട് ചെയ്യാറൊന്നുമില്ല. അമൂല്യ മാഡം അങ്ങോട്ടേക്ക് വാ. ബോസ് കുറെ നേരമായി നിങ്ങളെ എക്സ്പെക്ട് ചെയ്ത് ക്യാബിനിലിരിക്കുക. നോക്കിയേ ചേട്ടാ, ആൾക്കാർക്ക് എന്നെ കുറിച്ച് എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് ആണ്. എല്ലാം അങ്ങനെയാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈയിടെയായിട്ട് ഇവള് കാണിക്കുന്നത് കണ്ടാ ആദ്യം പറയുന്നത് തന്നെയാ ശരി. സിദ്ധാർത്ഥ് സാർ, ആദ്യം മേഡം എന്താ പറഞ്ഞത്? എന്താണെന്ന് എക്സൈറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ സംതിങ് ആയിട്ട് എന്തോ ഇവിടെയുണ്ട്. വീട്ടിലേക്ക് പോകുമ്പോ എന്റെ സൈഡിൽ നിന്ന് ആദ്യം മേഡത്തിന് ഒരു സെയിം പിച്ച് കൊടുക്കും സാർ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് സാർ. സംതിങ്, മെനി തിങ്, മച്ച് മോർ തിങ്. എല്ലാവർക്കും അപ്പൊ അത് തന്നെയാ തോന്നുന്നത്. അപ്പൊ അത് തന്നെ.